2012 ഓഗസ്റ്റ് 23 വ്യാഴാഴ്ച രാവിലെ 9:30 കോട്ടയം ജില്ലയിൽ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പൈപ്പ് ബോംബ് കണ്ടെത്തിയ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എറണാകുളം കോട്ടയം റെയിൽവേ പാതയിൽ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിനടുത്ത് കണ്ടെത്തിയ പൈപ്പ് ബോംബ് പിന്നീട് നിർവീര്യമാക്കി. വൻ ശേഷിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഉഗ്രസ്ഫോടനങ്ങളിൽ ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റാണ് ഈ ബോംബിലും ഉപയോഗിച്ചിരുന്നത് എന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയിൽ തെളിഞ്ഞത്. പോലീസും റെയിൽവേ പോലീസ് ഫോഴ്സും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും സംഭവത്തെ തുടർന്ന് കാര്യക്ഷമമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഓട്ടോ ഓഫീസ് കട്ട് ചെയ്തോ മലയില ഇല്ല ഫ്ലാഷ് ഇല്ല, ഫ്ലാഷ് കട്ട് ചെയ്തേക്കുവാ. അതെ സ്റ്റീലിന്റെ വട്ടപാത്രത്തിൽ ചോറുമാത്രമുണ്ട്, അതിനകത്ത് തുറന്ന നിലയിലായിരിക്കണേ. ടൈമർ ചേർന്നതിനുള്ള ബോക്സ് ഉണ്ട്. L2A AC ഇട്ടേക്കുന്ന ഒരു ബോക്സ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടൈമർ വർക്കിംഗ് ആണ്, സൂചി ഓടിക്കൊണ്ടിരിക്കുക. എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. വണ്ടിയെല്ലാം അപ്പുറം ഇട്ടിരിക്കുകയാണ്. ജനമാസ്റ്റർ ഉണ്ട്, പിന്നെ ആർക്കേറ്റിന്റെ ഉണ്ട്, പിന്നെ സ്റ്റേഷന്റെ ഞങ്ങൾ വടക്കേക്കര ഉണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നമുക്ക് പാലത്തെ കൂടെ വരേണ്ടി വരും. റൈറ്റ് സൈഡ് ശരി സാർ, താഴെ മിനിമം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇല്ലാത്തതിന് കുഴപ്പം. എത്തി സാറേ, എത്തി. അതിന്റെ സപ്പോർട്ട് എത്തി നോക്കിയിട്ട് കോട്ടയം വീഡിയോ പോലെ നമ്മുടെ വീഡിയോ 2 മീറ്റർ ഉണ്ട്. 2 മീറ്റർ നമ്മൾ ഇല്ല ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അല്ല ഒരു കേട്ടെ തോമസ്കോട് കേട്ടെ ടോമിസ്കോട് ജസ്റ്റ് അറിയട്ടെ. ബോംബ് സ്കോഡ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇല്ല എറണാകുളം പറഞ്ഞേ വരുന്നു. കോട്ടയം ഒന്നുമില്ല.
ശരി ഇത് ചെയ്യാൻ പറ്റില്ല. നോക്കുക സാറേ, നോക്കിക്കൊണ്ടിരിക്കുക സാറേ. സാറേ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ബോംബ് സ്ഫോടനമാണ്. അങ്ങോട്ട് പോകുന്നേ, അങ്ങോട്ട് വയ്ക്കും. പോട്ടെ പോട്ടെ അങ്ങോട്ട് പോട്ടെ. പടുത്തു നോക്കട്ടെ മോൻ, സോറി. രാജഗോപാൽ സാറിനെ ഞാനിതൊക്കെ മാറൊക്കെ ഒഴിഞ്ഞു വീഴും. രാജേഷ് രാജല്ലോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആൾക്കാരായിരുന്നു അവിടെ നിന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങോട്ട് ഓടി വരണ്ടേ, അവർക്ക് ഓടി മാറാൻ വേണ്ടിയിട്ടാണ്.
കുറച്ച് സ്ഥലത്തേക്ക് നിൽക്കാൻ കൊണ്ട്. ആ ശരി ശരി. ഓക്കെ. ബാക്കി എല്ലാവരും വേണ്ട. പോലീസ് അടക്കം ഇങ്ങോട്ട് പോലീസ് ഒത്തഞ്ഞു പോകും. പോരട്ടോ. രാത്രിയിലായിരിക്കും സാർ, രാത്രിയിലായിരിക്കും സാർ. നോക്കാം സാർ, നോക്കാം. ഡമ്മിയാണ് സാർ, കണക്ഷൻ കൊടുത്തിരുന്നു സാർ, കണക്ഷൻ കൊടുത്തിരുന്നത് അവരുടെ എന്തോ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. സംഭവം ഉണ്ട്, ഡെറ്റിനേറ്റർ ഉണ്ട്, ലൈവാ. അത് പാക്ക് ചെയ്ത് വിടും. പരിശോധിക്കാൻ പറ്റത്തില്ല. ചേട്ടാ തലേന്ന് മാറ്റിക്കട്ടെ, കഷ്ടപ്പെട്ട് ഇത്ര ഫോട്ടോ എടുക്കാൻ. അടുത്ത പൊട്ടിക്കാൻ പോ. എക്സ്പ്ലോസീവ് ആണെന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. സുരേഷ്
സൗണ്ട് ഇരിക്കട്ടെ ശരി ശരി ബോംബെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഉണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു പ്രാഥമിക നിഗമനം. പൂർണ്ണമായിട്ട് ഡിഫ്യൂസ് ചെയ്തത് അത് അല്പം കൂടെ ഡിഫ്യൂസ് ചെയ്യാനുണ്ട്. അതിനകത്തൊരു ഡിറ്റനേറ്റർ കാണുന്നുണ്ട്. അതുകൂടെ ഡിഫ്യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ സേഫ് ആവുള്ളൂ. സാർ ഇനിയുള്ള നടപടിക്രമം സാർ? നടപടി വളരെ ആഴത്തിൽ ഇതൊക്കെ പറ്റി അന്വേഷിക്കും. ഇതിന്റെ വെച്ച അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവച്ചത് ആരാണ്, അതിന്റെ പിന്നിലുള്ള സംഭവങ്ങളെല്ലാം അന്വേഷിക്കും. ഇതിന്റെ കുറ്റവാളികൾ കണ്ടെത്തും, പിടിക്കും. ഏതെങ്കിലും ഒരു നിഗമനത്തിലും എത്തിച്ചേരാനായിട്ട് അത്തരത്തിലുള്ള നിഗമനത്തിൽ ഇപ്പോൾ എത്തിച്ചേരാനുള്ള സമയമായിട്ടില്ല. എനിക്ക് അതിന്റെ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു അടുത്ത സമയത്ത് ഞാനിപ്പോൾ വന്നിട്ട് 1 വർഷം 4 മാസമാണ് 2 മാസമാണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു സംഗതി ശ്രദ്ധപ്പെട്ടിട്ട് നിലവിൽ ഈ സാധനം പൊട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമായിരുന്നു? അങ്ങനെ അതിന്റെ പിന്നെ സ്വാഭാവികമായിട്ടും അത് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സാധനമുള്ള സ്ഫോടക വസ്തു എന്ന് പറയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങൾ എത്രമാത്രം ഡയമെൻഷൻ അത് വരുമെന്നൊന്നും ഇപ്പോൾ പറയാൻ എന്തൊക്കെ വസ്തുക്കളാണ് സാർ ഇതിനകത്ത്? അതിനൊക്കെ അറിഞ്ഞൂടല്ലോ. അത് ഞങ്ങൾ രാസപരിശോധന തുടങ്ങിയിട്ടുള്ള വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ പ്രാഥമിക നിഗമനമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് എക്സ്പ്ലോസീവ് ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പ്രാഥമിക നിഗമനത്തിൽ അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അട്ടിമറി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ലക്ഷ്യം കാണുമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ അത് കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. എക്സ്പ്ലോസീവ് ആണെന്ന് സംശയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു നിഗമനം അത് അടിവരയിട്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാസപരിശോധന തുടങ്ങിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ പറയാൻ പറ്റും. അതിനൊരുപാട് ഏജൻസീസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ജെനുവിനായിട്ടുള്ള ഒരു അഭിപ്രായം വേണമല്ലോ പറയേണ്ടത്. ഇപ്പം എന്തെങ്കിലും ചാടിക്കയറി ഒരു തെറ്റായി മിസ്ലീഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഏതായാലും ഇദ്ദേഹം എന്നോട് പറഞ്ഞതുപോലെ ഒരു ദുരുദ്ദേശപരമായിട്ടായിരിക്കും അത് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റും. അത് വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ അന്വേഷിക്കും. ഇപ്പോൾ മുതലേ അതിൻ്റെ അന്വേഷണ പ്രക്രിയയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പിന്നിപ്പോൾ ബോംബിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അപ്പം ഇവരുടെ ബോംബ് സ്ക്വാഡിൻ്റെ സഹായം അല്ലെങ്കിൽ അവരുടെ സേവനത്തോടുകൂടി മാത്രമേ നമുക്ക് ഇതെന്തെങ്കിലും ഡിഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ബാക്കിയുള്ള കാര്യം വളരെ ഫലപ്രദമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. നമ്മുടെ ഒരു ഭാഗം ഡിഫ്യൂസ് ചെയ്തപ്പോഴാണ്, അത് പൊട്ടിച്ചപ്പോൾ ക്രാക്ക് ചെയ്തപ്പോഴാണ് വേറെ സയന്റിഫിക് മെത്തേഡിലൂടെയാണ് ക്രാക്ക് ചെയ്തത്. അതായത് ഈ ഒരു പൈപ്പിന്റെ 2 സൈഡിൽ അടപ്പുണ്ട്, കണ്ടല്ലോ. അത് ചിലപ്പോൾ തുറക്കുമ്പോൾ ഒരു പക്ഷേ സ്ഫോടനം നടക്കാനിടയുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് തുറക്കാനായിട്ട് മോർ ഓവർ സോൾവൻ സിമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് ആണ് ഇത് അടച്ചിരിക്കുന്നത്. അപ്പോൾ അത് തുറക്കാനൊരു ഞങ്ങൾ മാനുവലായിട്ട് തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സ്ഫോടനം ഉണ്ടായേക്കാം, സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് അത് വേറൊരു മെത്തേഡിലൂടെയാണ് അത് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് കണ്ട സംഗതികളാണ് സ്ഫോടക വസ്തുവെന്ന് സംശയിക്കാവുന്ന ഒരു പദാർത്ഥം കണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊരു ഡിറ്റനേറ്റർ ഉണ്ട്. അത് കൂടെ ഡിഫ്യൂസ് ചെയ്തെങ്കിലേ ഇതിന്റെ ഡിഫ്യൂഷൻ പൂർണ്ണമാവുള്ളൂ. അതിന് ഒരു സെക്കൻഡറി സ്റ്റേജ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അപകട ഭീഷണി എല്ലാം എല്ലാം